இதே படம் தமிழ் படம் சார். ரஜினி கமல் பிரபு குஷ்பு இருக்கா? இல்ல சார், சில்க் மட்டும்தான் இருக்கு. சில்க் ஸ்மிதா கிடைக்கிறது. மந்திரியான ஓர்ப்படம் வரும். വീട്ടിലേക്ക് വാ. എന്താവശ്യപ്പെട്ടാലും പുറത്തു വെച്ച് സാധിപ്പിച്ചു തരാമെന്ന് സാർ അന്ന് പറഞ്ഞതല്ലേ? ആകാശത്തെ ചന്ദ്രനെ വേണമെന്ന് വെച്ചാൽ പറ്റുമോ? സിൽക്ക് സ്മിത ഒരു സിനിമ സ്റ്റാറാ. നിന്റെ തോന്നിവാസത്തിൽ അവിടെ നിൽക്കൂ. ചപ്പ കര കിട്ടും. എന്നെ சொன்னது തോന്നിയ മാസമാ. சில்க் ஸ்மிதாவோட ரெக்கார்ட் டான்ஸ் ஆடணும் என்னது என் கனவு நினைவு. ஒரு ஆர்டிஸ்டுக்கு நான் கொடுக்கிற மதிப்பு தான் அது. நான் சாவறதுக்கு முன்னாடி அவளோட போற டான்ஸ் ஆடினால் அதுவே எனக்கு போதும். சொர்க்கம் கிடைச்ச மாதிரி. അതൊന്നും നടക്കില്ല. നീ മുറിയിലേക്ക് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ നീ എന്നെ അടിച്ചു. അട്ടയെ കടച്ച് മെച്ച കടച്ച് കിടക്കുക. അന്തസ്സായിട്ട് മന്ത്രിയായിട്ട് നിന്നെ നീ കഴിക്കണ. നീ കൈയെടുക്കുക. കത്തിയല്ല മുണ്ടെടുത്തയ്യ. മണി, നമ്മൾ സണ്ട കൂടെ ഇട്ട് കാര്യമില്ല. മുകളിലുള്ളവരെ അനുസരിക്കുക. ഇല്ലെങ്കിൽ രണ്ടിന്റെ തല കാണുക. അപ്പടിയാ? ശരി, വീട്ടിലേക്ക് പോലെ വാ. കൊടു കൊടു സ്റ്റാൻഡ്. ഏട്ടന് എന്താ പറ്റിയത്? എന്ത് പറ്റി? ഒരു പിയുടെ അടിമ എങ്ങനെ കഴിയാൻ? അടിമയോ? അലക്സാണ്ടർ ഏട്ടനെ തല്ലുന്നത് ഞാൻ കണ്ടു. അത് ഞങ്ങളൊരു തമാശ. അല്ല, നന്ദി കേട്ട അയാളെ ഏട്ടനെ ഭരിക്കാണ്. വെറും ഒരു LD ക്ലർക്കാരൻ അയാളെ ഏട്ടൻ ഈ നിലയിലാക്കിയില്ലേ? അതിന് കിട്ടിയ പ്രതിഫലം ആരാക്കി? ഏട്ടൻ തന്നെ. ഏട്ടച്ചമ്മയെ പോലെ ഈ മുറിയിലേക്ക് വരാൻ സമ്മതിക്കാതെ ഏട്ടൻ അയാളെ തടവിലിട്ടിരിക്കുകയാണ്. എന്തിനാ അയാളെ ഭയപ്പെടണം? എനിക്കറിയണം. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ദേവേട്ടന് ഇവിടെ വെച്ച് മറ്റുള്ളവർ കയ്യേറ്റം ചെയ്യുന്ന കണ്ടിട്ടും ഏട്ടൻ മിണ്ടിയില്ല. ഈ സമയം വരെ അയാൾ എവിടെ ഉണ്ടെന്ന് പോലും അന്വേഷിച്ചില്ല. അതിന്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. ദേവേട്ടൻ എന്ത് ചെയ്തു? പോലീസ് എവിടെ കൊണ്ടുപോയി? പറയണം. എല്ലാം കൊണ്ട് ഞാൻ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിയുകയാണ്. എന്റെ നിയന്ത്രണം വിട്ട പെങ്ങളാണെന്ന് ഞാൻ നോക്കത്തില്ല. ചേട്ടന്റെ അസുഖം മാറട്ടെ. നിന്റെ ദേവേട്ടൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരും. ഭാര്യ വീഴടാ.
സിന്ധു ഞാനാ, വാതിൽ തുറക്ക്. ദേവേട്ടാ, പോലീസ് എന്നെ അന്വേഷിക്കുന്നുണ്ട്. അവരെന്നെ പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ ഏട്ടനെ ഒന്ന് കാണണം. ഏട്ടൻ ടൂറിലാണ്. വൃശ്ചിക 1-ാം തീയതി എന്നെ വിടാന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീട്ടിലെ പ്രശ്നം ഉണ്ടാകും. വിടാമല്ലോ, വൃശ്ചികം ഒന്നാവട്ടെ. അന്നാണ് സെൽവൻ മണികണ്ഠനും സെൽവി കനവും തമ്മിലുള്ള തിരുവണം നടക്കും. തിരുമ്മിക്ക് ആര് പറഞ്ഞു വേണ്ടത്? പോടൂ, ആ തിരുമലല്ല, ഇത് തിരുവണം എന്ന് വെച്ചാൽ കല്യാണം. ഞാൻ കനകത്തിന് വാക്ക് കൊടുത്തത് ആ കല്യാണം നടത്തണം. നേരത്തെ പറഞ്ഞുറപ്പിച്ച 3 ലക്ഷം രൂപയും തരണം. തരും. മാത്രമല്ല നമുക്ക് ഈ കല്യാണം ഗംഭീരമായി നടത്തണം. നമുക്ക് വേണ്ട, ഞാൻ അലകോ തപ്പി വന്നു. അതിനു മുമ്പ് പറഞ്ഞാൽ അനുസരിക്കണം. ഒരു കുഴപ്പം ഉണ്ടാക്കരുത്. എന്താണ് കുഴപ്പമുണ്ടാക്കിയത്? ഈ അലക്സ് സാർ എന്നെ തല്ലേ. പോട്ടെ മണികണ്ഠ, അലക്സിന് ബുദ്ധിയില്ല. നിങ്ങളുടെ പിണക്കം തീർക്കാൻ കൂടിയാ ഈ പാർട്ടി. തീരുമില്ല. മന്ത്രിയാണെന്ന് പറഞ്ഞ എന്നെ ഇരുത്തിട്ട് ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാൻ ഞാൻ. സമാധാനിക്കേ, ഞാനില്ലേ. അതിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഇവിടെ ചെയ്തിട്ടുണ്ട്. സിൽക്ക് മണിയുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണെന്നല്ലേ പറഞ്ഞത്? അതെ, വലിയ ആഗ്രഹമാണ്. പക്ഷെ ഒരു കാര്യം, നൃത്തം മാത്രം. അല്ലാതെ വല്ല അവിവേകവും കാണിച്ചാൽ കുഴപ്പമാവും. ഡീസന്റ് ആയി പെരുമാറണം. എന്റെ അമ്മയാണ്, എന്റെ അമ്മൂമ്മയാണ്, ഞാൻ ഡീസന്റ് ആയിട്ട് പെരുമാറൂ. സിൽക്ക് സ്മിത അടിച്ചേ.